നമസ്കാരം. റൂത്ത് വിഷൻ ന്യൂസിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആയൂർ പബ്ലിക് മാർക്കറ്റിലെ രാത്രികാല സാമൂഹ്യ വിരുദ്ധ ശല്യവുമായി ബന്ധപ്പെട്ട് ആയൂർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൽകിയ പരാതിയിന്മേൽ ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ അടിയന്തര ഇടപെടൽ. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജയകുമാറിന്റെ നേതൃത്വത്തിൽ ചന്തയുടെ ഗേറ്റ് അടച്ചുപൂട്ടി. തുടർന്നുള്ള നടപടികൾ വീണ്ടും ഉണ്ടാകുമെന്നും വൈസ് പ്രസിഡന്റ് അറിയിച്ചു. ആയൂർ മാർക്കറ്റിലെ രാത്രികാല സാമൂഹ്യവിരുദ്ധ ശല്യവുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നൽകിയ പരാതിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഇടപെടൽ. ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള ആയൂർ മാർക്കറ്റിലാണ് രാത്രികാലങ്ങളിൽ സാമൂഹ്യവിരുദ്ധർ താവളമാക്കുകയും അനാശാസ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നതായും വിവിധ കോണുകളിൽ നിന്നും പരാതികൾ ഉയർന്നത്. നൂറുകണക്കിന് ആളുകൾ ദിവസേന എത്തിച്ചേരുന്ന പബ്ലിക് മാർക്കറ്റിൽ പലപ്പോഴും ദുർഗന്ധം വമിക്കുന്ന സ്ഥിതിയും നിലവിലുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഇടപെടൽ ഉണ്ടാവണമെന്ന് ആവശ്യം ശക്തമായ സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജയകുമാറിന്റെ നേതൃത്വത്തിൽ പബ്ലിക് മാർക്കറ്റിന്റെ ഗേറ്റ് അടച്ചുപൂട്ടിയത്. വരും ദിവസങ്ങളിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജയകുമാർ അറിയിച്ചു. ആയൂർ മാർക്കറ്റ് നവീകരിക്കുന്നതിന് വേണ്ട അടിയന്തര പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആയൂർ യൂണിറ്റ് സെക്രട്ടറി പ്രസാദ് കോടിയാട്ടും പ്രസിഡന്റ് ഷുക്കൂർ തോട്ടൻകരയും ആവശ്യപ്പെട്ടു. ട്രൂത്ത് വിഷൻ ന്യൂസ്, ആയൂർ. ബന്ധപ്പെട്ട് ഒരുപാട് നിരുത്തരവാദപരമായ സമീപനമാണ് പലരിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്നത്. ഇതിനകത്ത് അനാശാസ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ കച്ചവടം നടക്കാത്ത സ്ഥിതി വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഗേറ്റ് പൂട്ടി നല്ല രീതിയിൽ മാർക്കറ്റ് കൊണ്ടുപോകുന്നതിന് നമ്മൾ തിരിഞ്ഞത്. ബാക്കി കാര്യങ്ങൾ ഈ മാർക്കറ്റ് നല്ല രീതിയിൽ പണ്ട് പ്രവർത്തിച്ച മാർക്കറ്റ് അതിന് കൂടെ പറയുന്നില്ല. ഇപ്പോഴീ മാർക്കറ്റിനകത്ത് ഒരു വ്യക്തി പോലും കയറാൻ വയ്യാത്ത ഒരു സ്ഥിതിയായി. അത് പോയിട്ട് രാത്രി കാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരും അനാശാസ്യ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നു. ഇപ്പോൾ അത് കൂടിക്കൂടി വരുന്നു. അതുകൊണ്ട് നമ്മൾ ഇടമുളയ്ക്കൽ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടു. രേഖാമൂലം പഞ്ചായത്തിന് ഞങ്ങൾ പരാതി കൊടുത്ത് വ്യാപാരി വ്യവസായി. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ വൈസ് പ്രസിഡന്റ് ശ്രീ അജയകുമാറും കൂടി വന്നിട്ട് ഈ ഗേറ്റ് ലോക്ക് ചെയ്യാൻ വൈകിട്ട് ലോക്ക് ചെയ്യാനൊരു നടപടിയായിട്ടുണ്ട്. അത് തുടർന്ന് തന്നെ പോവും. അതിനകത്ത് യാതൊരു വീഴ്ച ഉണ്ടാകരുത് എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഈ ആയൂരിന്റെ ഏറ്റവും ഹൃദയഭാഗത്ത് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഈ മാർക്കറ്റ് കഴിഞ്ഞ രാജു സാർ ഇവിടെ MLA ആയിട്ടിരിക്കുമ്പോൾ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ നല്ല രീതിയിലൊരു പ്രവർത്തനം നടത്തുകയുണ്ട്. എന്നാൽ ഈ പ്രവർത്തനത്തിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ കുറച്ച് ആളുകൾ ഈ മാർക്കറ്റിന്റെ പ്രവർത്തനം നിർത്തിയാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ഇതിനകത്ത് പല പ്രാവശ്യം പഞ്ചായത്തുമായിട്ട് ഞങ്ങൾ പരാതി കൊടുക്കുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വളരെ രീതിയിൽ എല്ലാവരെയും കാണുകയും ചെയ്തിട്ടുള്ളതാണ്. എങ്കിൽ പോലും നാളിതുവരെ ഇതിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിനകത്ത് കുറെ രൂപകൾ മുടക്കി ബിൽഡിങ്ങുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതല്ലാതെ വേറെ ഇതിനനുബന്ധമായി ഒരു പ്രവർത്തനം ഇവിടെ നടക്കുന്നില്ല. അതുകൊണ്ട് ആയൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് ആയൂർ ടൗൺ. തീർച്ചയായിട്ടും ഈ ടൗണിന്റെ ഈ മാർക്കറ്റ് നമുക്ക് വീണ്ടും ഒരു ക്രമീകരണം നടത്തി തരാമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇപ്പോൾ ഏറ്റിട്ടുണ്ട്. തീർച്ചയായിട്ടും രാഷ്ട്രീയത്തിനുപരിയായി ഇവിടെ നമ്മളൊരു നല്ലൊരു മാർക്കറ്റായി വീണ്ടും വരുന്നതിന് വേണ്ടി പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് അടിയന്തരമായ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കണം. അടുത്ത മീറ്റിംഗിൽ തന്നെ ഇതിന്റെ വിഷയം വെച്ചുകൊണ്ട് ചർച്ച ചെയ്ത് ഈ മാർക്കറ്റിൽ ശോച്യാവസ്ഥ പരിഹരിച്ച് പൊതുജനങ്ങൾക്ക് എപ്പോഴും ഇതിൽ കടന്നു വരുന്നതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുന്നതിന് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ